നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ഓർ പ്രണയിക്കുന്നുണ്ടോ? എന്നാൽ ഈ മൂവി നിങ്ങൾക്കുള്ളതാണ്. യഥാർത്ഥ പ്രണയം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സംസാരിക്കാതെ നമുക്ക് മൂവി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിൽ നമ്മുടെ പ്രധാന കഥാപാത്രമായ ഓട്ടോ എന്ന ഹീറോയ്ക്ക് തന്റെ വൈഫ് മരിച്ചു പോകുന്നു. അതിനുശേഷം അദ്ദേഹം കടന്നു പോകുന്ന ജീവിതം ഒറ്റപ്പെടലിന്റെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സന്തോഷവും കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് എ മാൻ കോൾഡ് ഓട്ടോ. ഓക്കെ, നമ്മുടെ ഓട്ടോ എന്ന ക്യാരക്ടറിന് 65 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്റെ വൈഫായിരുന്നു. പക്ഷേ വൈഫ് 6 മാസം മുൻപേ മരിച്ചുപോയി. ആടത്തും ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നുമില്ല. സംസാരിച്ചാൽ തന്നെ ദേഷ്യപ്പെടാൻ പോകുന്നതും അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ അദ്ദേഹം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം നേരെ നോക്കുന്നത് റോപ്പാണ്, കയറ് വാങ്ങിച്ചിട്ട് അദ്ദേഹം കയറിങ്ങനെ എടുത്ത് മുറിക്കാൻ പോയപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യെ, ഇദ്ദേഹം ഒരു വയസ്സായ ആളല്ലേ, കസ്റ്റമർ അല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഓട്ടോയിലോട് ഈ പയ്യെ, സാർ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ സഹായിച്ചാലും ഞാൻ കട്ട് ചെയ്യാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പോഴാണ് ഓട്ടോ പറയുന്നത്, എന്താ എനിക്ക് കയറ് വെട്ടാൻ പോലും അറിഞ്ഞൂടെ, നീ എന്നെ അത്രയ്ക്കും മണ്ണനായിട്ടാണ് വിചാരിക്കുന്നത്, എന്നെ കൊണ്ട് കയറ് വെട്ടി ഞാൻ കൈ മുറിക്കും എന്നല്ലേ നീ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചൊരുമാതിരി റൂഡായിട്ട് ബിഹേവ് ചെയ്യുകയാണ് ഓട്ടോ. സോ ഇത് കേട്ട ആ പയ്യൻ ദേഷ്യപ്പെട്ടില്ല, എന്നാലും ആ മുഖത്ത് ആ ഭാവം കാണാൻ പറയാം, ഈ രണ്ടരി മുരട് പിടിച്ച സ്വഭാവം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്നത് തന്നെ. സോ അങ്ങനെ ഇദ്ദേഹം കയറൊക്കെ വാങ്ങിച്ചിട്ട് കയറിന്റെ പൈസ ഒക്കെ ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് യൂഷ്വലായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് ഉണ്ടാകും. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 ഇഞ്ച് കയറ് വാങ്ങിച്ചാൽ അത് 6 ഇഞ്ച് എന്ന് പറഞ്ഞ് പൈസ ഇടില്ല. അതേപോലെ ഇങ്ങനെ ഓട്ടോയ്ക്ക് സംഭവിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട ഓട്ടോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ 5 അടി കയറ് മാത്രമല്ലേ വാങ്ങിച്ചത്, നീ എന്തിനാ 6 അടിക്ക് ബില്ലിടുന്നതെന്ന് ചോദിക്കുകയാണ്. എന്റെ കാശ് തിരിച്ചു തരണം, അത്രയും കാശിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്ക് കൂടുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്ന മറ്റു കസ്റ്റമേഴ്സിനും അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്ര 30 സെന്റോ കണ്ടേ ഉള്ളൂ, അതിന് വേണ്ടി ഇത്ര അടി കൊടുക്കുന്നത് ഞാൻ തന്നെ കൊടുക്കാതെ പറയുകയാണ്. അപ്പൊ ഓട്ടോ പറയുന്നത്, എനിക്ക് ആരുടെ സഹായം വേണ്ട, എന്നെ കൊണ്ട് പറ്റും എന്നൊരു നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത റൂഡായിട്ടുള്ള ക്യാരക്ടർ അപ്പോൾ തന്നെ കാണിക്കുകയാണ് നമുക്ക് എന്ന് പറഞ്ഞ് ആ റോപ്പ് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വേറൊരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കറക്റ്റ് പെർഫെക്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്നോഫോൾ ഉള്ള സമയത്ത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് മഞ്ഞൊക്കെ മൂടി കിടക്കുമ്പോൾ അതൊക്കെ മാറ്റുന്നതും. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വില്ലയാണ്, ഒരു പ്രൈവറ്റ് വില്ലയാണ്. സോ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വില്ലയിലോട്ട് പ്രൈവറ്റ് കാർഡില്ലാത്ത ഏതെങ്കിലും കാർ വന്ന് ആ കാറിന്റെ ചോദിക്കുന്നതും പ്രൈവറ്റ് കാറിന്റെ അവിടെ ഇതൊക്കെ ചോദിച്ച് വഴക്കൂടാൻ പോകുന്നതും ഓട്ടോയുടെ മെയിൻ സ്വഭാവം. ഇപ്പൊ വഴക്കൂടെ എന്താണെന്ന് പറഞ്ഞാൽ കാരണമില്ലാത്തതുകൊണ്ടല്ല, എല്ലാ കാറിലും പെർമിറ്റ് ഉണ്ടല്ലോ, ആ പെർമിറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ എന്തിനാ കാർ എടുത്ത് വണ്ടി ഇവിടെ കൊണ്ടുവന്നത് ഓർ വഴക്കുകൂട് ചോദിക്കുകയാണ് ഓട്ടോയുടെ മെയിൻ സ്വഭാവം. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രണ്ടിലെ ഒരു പട്ടി മൂത്രമൊഴിച്ചാൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പട്ടിയെ കൊണ്ട് നടക്കാൻ പോകും. എപ്പോഴും ആ പെൺകുട്ടി എടുത്ത് കംപ്ലൈന്റ് പറയിക്കോളും. ഇങ്ങനെ ഹോബി. ഇദ്ദേഹത്തിന്റെ കാർ പോസ്റ്റിന്റെ അവിടെ ഒരു പൂച്ചക്കുട്ടി കിടപ്പുണ്ട്. അതിന്റെ അടുത്തും ജസ്റ്റ് നീ എന്തിനാന്ന് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ച് അതൊക്കെ ജസ്റ്റ് സാധാരണ കാണിക്കുന്നതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് മൂവിയിൽ നമുക്ക് 10 മിനിറ്റ്സിൽ തന്നെ നമുക്ക് എല്ലാം കാണിച്ചു തരും. ഓക്കെ, പിന്നെ ന്യൂസ് പേപ്പർ ഇടാൻ വേണ്ടി ആ ഏരിയയിൽ ഒരു പയ്യൻ വരും. അവരാണെങ്കിൽ സൈക്കിള് നേരെ അല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലത്തല്ല സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അതിനെ മാറ്റി വെക്കുന്നത് ഓട്ടോയുടെ മെയിൻ സ്വഭാവമാണ്. അപ്പൊ അന്ന് കണ്ടുകൊണ്ടതിന്റെ പയ്യൻ ചോദിച്ചു, എന്തിനാ എന്റെ സൈക്കിൾ എടുക്കുന്നത്, നീ കറക്റ്റ് സ്ഥലത്തല്ല സൈക്കിൾ വെച്ചത്, ഇവിടെയുള്ള സൈക്കിൾ വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞ് ഓട്ടോ അഡ്വൈസ് ചെയ്യുക ഓട്ടോയുടെ പണി. ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ എന്ത് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോകും. ഇതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ്. തന്റെ ഓഫീസ് റൂം തുറന്നു കയറിയപ്പോൾ ഒരുപാട് പേര് നിന്ന് അദ്ദേഹത്തിന് കണ്ടിട്ട് ക്ലാപ്പ് അടിക്കുന്നു. അദ്ദേഹം നേരെ നോക്കിയപ്പോൾ ടേബിളിൽ കേക്കും ഉണ്ട്. സോ ഇദ്ദേഹത്തിന് ഇപ്പോൾ 61 വയസ്സായി. സോ 61 വയസ്സായി, ഇനി എന്തിന് കമ്പനിയിൽ ജോലി ചെയ്യാൻ വരണം, അതുകൊണ്ട് റിട്ടയർമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഫെയർവെൽ ഇളക്കം വയ്ക്കുന്നതാണ് ഈ കേക്ക് മുറിക്കുന്നത്. ഇത് പക്ഷേ ഓട്ടോക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓട്ടോക്ക് അത്രയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആകണമെന്ന് നേരത്തെ ആരും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അടുത്ത്. ലാസ്റ്റ് ദിവസം വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഇൻഫോം ചെയ്യാതെ പെട്ടെന്ന് റിട്ടയർഡ് ആകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതുമില്ല. അദ്ദേഹം ഒരുമാതിരി മൂഡ് അപ്സെറ്റ് ആകുന്നുണ്ട് അവിടെ വെച്ച്. പിന്നെ കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മറ്റേ ആ കേക്കിന്റെ അപ്പുറത്ത് ആ കേക്കിന്റെ ആ ഫ്രണ്ട് പോർഷനിലായിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഉണ്ട്. കറക്റ്റ് അദ്ദേഹത്തിന്റെ ഫേസിന്റെ ഭാഗത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇത് കാണുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം അവിടെ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് ഡോർ ക്ലോസ് ചെയ്തിട്ട്. സോ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് അത്രയും ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് 6 മാസത്തിന് മുന്നേ അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ജോലി പോയി. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെസ് കൂടിയാണ്. ബിക്കോസ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ബട്ട് അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്ലാൻ ചെയ്യുകയാണ്, ഇനി ഒന്നുമില്ല ജീവിതത്തിൽ, എന്നും ഇനി എത്ര നാളാണ് ഇങ്ങനെ ഇരിക്കാനുള്ളത്, നമുക്കൊന്ന് മരിച്ചാലോ എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ്. സോ മരിക്കുന്ന ടൈമിൽ പോലും അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് മരിക്കണമെന്ന് വീട് ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ്. കാരണം വീട്ടിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു OCD ഉള്ള ഒരാളെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ടെലിഫോൺ പൂത്തൊക്കെ ഉണ്ടല്ലോ, ആ ഫോണിൽ വെച്ചിട്ട് മാഡം എനിക്ക് ഇനി ടെലിഫോണിന്റെ ആവശ്യമില്ല, സോ അത് കട്ടാക്കിയിട്ടൊക്കെ പറയുകയാണ്. എന്നിട്ട് സീലിംഗ് ഡ്രില്ലർ മെഷീൻ വെച്ചിട്ട് ഹോളിലെ വിട്ടതിന് ശേഷം എന്നിട്ട് തൂങ്ങി മരിക്കാൻ വേണ്ടി നോക്കുകയാണ്.
അപ്പോൾ എന്നിട്ട് അദ്ദേഹം സൈഡിലെടുത്ത് ഒരു 50 പൈസ ഒരു കോയിൻ ഉണ്ട്. ആ കോയിൻ മെയിൻ ആണ്. സോ ആ കോയിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ആ കോയിൻ എടുത്ത് അദ്ദേഹം പോക്കറ്റിൽ വെച്ചിട്ട് മരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അദ്ദേഹം നോക്കുന്നത് അപ്പാർട്ട്മെന്റിൽ ഒരു വണ്ടി വരുന്നത്. ഇവിടെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത വണ്ടി. ഇത് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഓട്ടോയ്ക്ക് സമാധാനമില്ല. അങ്ങനെ മരിക്കുന്നത് പിന്നെ മരിക്കുക. ഫസ്റ്റ് നമുക്ക് അത് നോക്കാമെന്ന് പറഞ്ഞ് ഓട്ടോ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്, പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം നേരെ നോക്കുന്നത് വണ്ടിയിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ പെർമിറ്റ് ഇല്ല. എന്നിട്ട് അവിടെ അടുത്ത പെൺകുട്ടിയോട് ആര് നിങ്ങൾ എന്തിനാ പെർമിറ്റ് ഇല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ഓട്ടോ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് ആ വണ്ടി ഇരുന്ന ആൾ ഇറങ്ങിയിട്ട് സാർ പെർമിറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പോക്കറ്റിൽ വെച്ചിരുന്നതെന്ന് പറയുന്നത്. എടാ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അത് പോക്കറ്റ് വയ്ക്കാനുള്ളതല്ല, കാറിന്റെ ഫ്രണ്ട് പോർഷനിൽ തൂക്കിയിടാനുള്ളത് ഓട്ടോ പറയുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് ഞാൻ ഇറാനിൽ നിന്നൊരു കൺട്രിയിൽ നിന്ന് വന്നതാണ്, സോ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ കെട്ടിക്കൊണ്ടതാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് നേരെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. സോ ഇത് കണ്ടിട്ട് ഓട്ടോയും കുറച്ച് എങ്ങനെയൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം ഒരുമാതിരി പാർക്ക് ചെയ്യാൻ അത്രയും ബാലൻസ് കിട്ടാത്തത് പോലെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ വണ്ടി വിട്ടത് ഞാൻ ചെയ്യാതെ പറഞ്ഞ് ഓട്ടോ കയറുന്നത് വണ്ടിയിലോട്ട്. എന്നിട്ട് അദ്ദേഹം വണ്ടിയിലോട്ട് കയറിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യും. കറക്റ്റ് ആയിട്ട് സൈഡ് മിററിലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് പെർഫെക്റ്റ്ല് എങ്ങനെയാണോ വണ്ടി ഇടേണ്ടത് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്തിടും. ഓക്കെ, അടുത്തത് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തിരിഞ്ഞപ്പോഴാണ് വണ്ടിക്കകത്ത് 2 കുട്ടികൾ ഇരിക്കുന്നത് കാണുന്നത്. അങ്കിൾ നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചപ്പോ ഓട്ടോ എന്ന് പറയുകയാണ്. OTTO എന്ന് പറഞ്ഞപ്പോ അപ്പം മറ്റൊരു കുട്ടി പറയുകയാണ് OTTO നല്ല പേര് എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച ആളടുത്ത് പറയാണ് ഇവിടെ നോക്കുന്നത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ്, സോ നിങ്ങളും ഇവിടെ താമസിക്കുമ്പോൾ സൈലന്റ് ആയിട്ട് തന്നെ താമസിക്കണം എന്നൊക്കെ ഓട്ടോമാരി പറയുകയാണ്. ഡിസിപ്ലിൻ ആയിട്ടൊക്കെ താമസിക്കണം, സൈലന്റ് മീൻസ് ഡിസിപ്ലിൻ. എന്നിട്ട് അദ്ദേഹം എന്റെ വീട്ടിലോട്ടത് വരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ കയറി പോകും. എന്നിട്ട് അദ്ദേഹം സൈലന്റ് ആയിട്ട് സോഫയിൽ ഇരുന്നപ്പോഴാണ് സൈഡിൽ ഒരു ബുക്ക് കാണുന്നത്. സോ ആ ബുക്ക് എടുത്തിട്ട് മറിച്ച് നോക്കി അദ്ദേഹം ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ആ പഴയ ഓർമ്മകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ സഡനായിട്ട് ഡോറിൽ വന്ന് ആളെ തട്ടുന്നു. ആരും നോക്കിയപ്പോഴാണ് ആ കപ്പിൾസിനെ കാണുന്നത്. സാർ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ല, സോ അതിനുവേണ്ടി നമ്മൾ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത് പറയുകയാണ്. ഇത് എന്റെ നാട്ടിലുള്ള ഫുഡാണ്, സോ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കഴിച്ചിട്ട് നോക്കുക, എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയുക എന്നൊക്കെ പറയുകയാണ്. അദ്ദേഹവും ഫുൾ മനസ്സോടെ അല്ലെങ്കിലും അത് വാങ്ങിക്കും. എന്നിട്ട് ഓട്ടോ തിരിച്ച് ബായ് എന്ന് പറഞ്ഞിട്ട് ഡോർ അടച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഡോറിലെ നമ്മുടെ ആ കപ്പിൾസിലുള്ള ആ ഒരു പെൺകുട്ടി ചവിട്ടി നിർത്തിയ ശേഷം നിങ്ങൾ എപ്പോഴും ഇതേപോലെ അൺഫ്രണ്ട്ലി ആയിരിക്കുമോ എന്നാണ് ഓട്ടോയോട് ചോദിച്ചത്. അപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് ഓട്ടോ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. നമുക്കെല്ലാറിയോ കാര്യം എന്താണത്. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെന്ന് ഓട്ടോ ചോദിക്കുകയാണ്. എനിക്ക് സ്ക്രൂ ഡ്രൈവർ ഇല്ല, എൻ്റെ ജനലിലത് ടൈറ്റ് ആക്കാറുണ്ട്, സോ നിങ്ങളുണ്ടെങ്കിൽ തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവസാനം ഓട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് സ്ക്രൂ ഡ്രൈവറിലെ അടുത്ത് കൊടുക്കുകയാണ്. എന്നാലും ഈ കപ്പിൾസ് ആണെങ്കിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അന്നും ഓട്ടോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ ഓട്ടോ തിരിച്ച് വന്ന് ഡോറെല്ലാം ക്ലോസ് ചെയ്ത ശേഷം കപ്പിൾസ് കൊടുത്ത ആ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. സോ അദ്ദേഹം മണപ്പിച്ച് നോക്കിയപ്പോൾ നല്ല മണം. എന്നിട്ട് ആ ഫുഡ് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ അത് ഓട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനുശേഷം നമുക്കിനി ജീവിച്ചിരിക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൂങ്ങി മരിക്കാൻ വേണ്ടി കഴുത്തിലെ റോപ്പൊക്കെ ഇട്ടതിന് ശേഷം തൂങ്ങി മരിക്കാൻ നോക്കിയിട്ട് അങ്ങനെ തൂങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലെ കുറെ പഴയ ചിന്തകളും ഫ്ലാഷ് ബാക്കൊക്കെ വരെയാണ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം പോയി നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ വൈഫ് ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതും. പെട്ടെന്ന് ഓടിക്കയറാൻ നോക്കിയപ്പോൾ തന്റെ കയ്യിലെടുത്ത ബുക്ക് നിറയെ വീഴുന്നു. അദ്ദേഹം അങ്ങനെ എടുക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ സീലിംഗ് വെച്ചിട്ടുള്ള ആ ഹൂക്കുണ്ടല്ലോ അത് പൊട്ടി വീഴുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹം വിചാരിക്കുകയായിരിക്കും മരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിരിക്കുമ്പോഴാണ് പേപ്പറിലെ ബൊക്കയ്ക്ക് $6 എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ബൊക്കയൊക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം നേരെ പോകുന്നത് കല്ലറയുടെ അടുത്താണ്. വേറെ ആരുടെയും അല്ല, അദ്ദേഹത്തിന്റെ വൈഫിന്റെയാണ്. സോ അവിടെ വെച്ച് നമുക്ക് വൈഫിന്റെ പേരെന്താണെന്ന് മനസ്സിലാക്കുകയാണ്. സോണിയ. അവിടെ തന്നെ കസേരയും ഇട്ടിട്ട് സോണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയ, എനിക്ക് ഇവിടെ ജീവിക്കാൻ പോലും ഇഷ്ടമല്ല, ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് അതിനെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ 2 പേര് വന്നിട്ടുണ്ടല്ലോ, അവരെ കുറിച്ചും ഓട്ടോയിലെ പറയുകയാണ് അവരുടെ അടുത്ത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം രാത്രി വന്ന് ഉറങ്ങി കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തന്റെ വൈഫ് തന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഡ്രീം കാണുന്നത്. അത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഹീറോയുടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഏതോ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം വേറൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതാണ് നമുക്കിപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി പെട്ടെന്ന് അത്യാവശ്യത്തിന് ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണുന്നത്. ആ ഓട്ടത്തിനിടയിൽ ആ പെൺകുട്ടിയുടെ കയ്യിലെടുത്ത ബുക്ക് തറയി വീഴുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ ഹീറോ ഹലോ ബുക്ക് തറയിട്ട് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് ഓടി ആ ട്രെയിനിൽ കയറാൻ നോക്കുകയാണ്. അങ്ങനെ ഇവനും തിരിച്ച് പെട്ടെന്ന് ഓടിയിട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ബുക്ക് കൊടുത്തോണ്ട് ഇവൻ കയറാനുള്ള ട്രെയിനെല്ലാം മിസ്സാക്കിയിട്ട് പെണ്ണ് കയറിയ ട്രെയിൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ആ ട്രെയിനിലേക്ക് ഇവനും കയറും. അപ്പോഴാണ് ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ആ പെൺകുട്ടി ഒരുപാട് നോക്കിക്കൊണ്ടായിരിക്കും. ആ പെൺകുട്ടി ഒരു വീടായിട്ട് ചിരിക്കുന്നുണ്ട്, എന്തെങ്കിലും വീടായിട്ട് നോക്കുന്ന എന്നൊരു രീതിയിൽ. ഹീറോയിൻ നേരെ താഴോട്ട് നോക്കിയപ്പോഴാണ് ഹീറോയുടെ കയ്യില് ഹീറോയിന്റെ ബുക്ക് ഇരിക്കുന്നത് കാണുന്നത്. ഇത് എന്റെ ബുക്കാണോ, ഞാൻ തറയിട്ടതാണോ എന്ന് ചോദിക്കുകയാണ്. ആ അതെ, നിങ്ങൾ തറയിട്ട ബുക്കാണ്, അത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓക്കെ ശരി, ഞാൻ പോവാൻ നേരത്ത് പെട്ടെന്ന് ഈ ഹീറോയിൻ കുറച്ച് നേരിട്ട് നമുക്ക് സംസാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് അവരെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അവിടെ
വെച്ച് ഹീറോയിനും കൂടെ കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. സോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടി വരുന്നത്. അങ്ങനെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ നമ്മുടെ സോണിയ നമ്മുടെ ഹീറോയിൻ ടിക്കറ്റ് കൊടുക്കും. പക്ഷെ ഇവന്റെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ചപ്പോൾ, സാർ നിങ്ങൾ ട്രെയിൻ മാറി കയറിയെന്ന് തോന്നുന്നു, നിങ്ങൾ പോകേണ്ടത് വേറെ സ്ഥലത്താണ്, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിലാണെങ്കിൽ മാറി കയറിക്കോളൂ, അതിന് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ചാർജ് 75 പൈസ അടയ്ക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ 1 രൂപ കണ്ടേ ഉള്ളൂ. സോ സോണിയ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്, പൈസ എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഒരു ചേഞ്ച് ആയിട്ട് ടി ഒരു പൈസ കൊടുക്കും. സോ അതൊരു റെയർ ആയിട്ടുള്ള കോയിനാണ്, അത് എങ്ങും കിട്ടാത്തൊരു കോയിനാണ്. സോ ആ കോയിൻ ഓട്ടോ സൂക്ഷിച്ചു വെക്കുകയാണ്. സോ ഈ കോയിനാണ് അദ്ദേഹം മരിക്കാൻ നേരത്ത് പോക്കറ്റിനകത്ത് വെക്കുന്നത്. അത് മരിക്കാൻ നേരത്ത് മാത്രമല്ല, എപ്പോഴാണെങ്കിലും അദ്ദേഹം എവിടെ പോകുന്നെങ്കിലും ആ കോയിൻ എടുത്തോടെ അദ്ദേഹം പോവുകയുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം കണ്ണു തുറന്ന് ആ ഫ്ലാഷ് ബാക്ക് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ മറ്റേ പുതിയ മെമ്പേഴ്സ് ഉണ്ടല്ലോ, നെയ്ബേഴ്സ്, അവർ ടിഫിൻ കൊണ്ട് കൊടുത്തില്ല. ആ ടിഫിൻ കൊണ്ട് കൊടുത്ത ആ ടിഫിൻ ബോക്സ് തിരിച്ച് കഴിച്ചതിന് ശേഷം കൊണ്ട് അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തിരിച്ചു പോവുകയാണ് ഓട്ടോ. പക്ഷെ അവിടെ നിന്ന് നോട്ട് ചെയ്യാനുള്ളത് ടിഫിൻ ബോക്സിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് പേപ്പറിൽ താങ്ക് യു, ആഹാരം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം നോക്കിയതിനു ശേഷം ആ സീലിംഗ് പൊട്ടിയിട്ടുണ്ടല്ലോ, ആ പൊട്ടിയ സീലിംഗ് ഒക്കെ അദ്ദേഹം നേരെ ഒട്ടിച്ചൊക്കെ വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീട്ടിലുള്ള കഥ ആരും മുട്ടുന്നത് കാണുന്നത്. വീണ്ടും അത് വേറെ ആരുമല്ല, ആ കപ്പിൾസിന് അവരാണ് വന്ന് മുട്ടുന്നത്. ഇനി എന്തിനാ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോ, ഇല്ല സാർ നേരത്തെ സ്ക്രൂ ഡ്രൈവർ കൊടുത്തില്ല, അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. ഇന്നും ആ നെയ്ബേഴ്സ് ഫുഡ് കൂടെ കൊണ്ടു കൊടുക്കുകയാണ് ഓട്ടോയ്ക്ക്. ആ പെൺകുട്ടി പറയുകയാണ്, ഇത് എന്റെ നാട്ടിലുള്ള ഡിഷാണ്, എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്ന് ആ പെൺകുട്ടി പറയുകയാണ്. ഓട്ടോ ഓക്കെ ടിഫിനൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയാണ്, കഴിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വയ്ക്കുകയാണ്. അപ്പോഴാണ് മറ്റേ അദ്ദേഹം പറയുന്നത്, നമുക്ക് ഒരു ഏണി വേണം, കാരണം നമ്മുടെ റൂഫിൽ ഫുള്ള് മഞ്ഞ് വീണെടുക്കുകയാണ്, അത് തുടച്ചു മാറ്റാനാണെന്ന് പറയുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ഏണി എടുക്കാൻ വേണ്ടി ഗരേജിലോട്ട് പോകും. കൂടെ നമ്മുടെ നെയ്ബേഴ്സും ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിലുള്ള അനിത എന്ന് പറഞ്ഞ ഒരു നെയ്ബർ ഉണ്ട്. അവരെല്ലാവരും ഒരു സമയത്ത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ അവരെന്ന് മെൻഷൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് പിന്നെ അറിയാം. സോ ഇപ്പോ അവരോട് സംസാരിക്കാനൊന്നും ഓട്ടോയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ അനിത ഓട്ടോയുടെ അടുത്ത് പറയുകയാണ്, ഓട്ടോ നിനക്ക് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിയാമല്ലോ, അദ്ദേഹത്തിന് ഹീറ്ററിന്റെ ആവശ്യമുണ്ട്, പക്ഷേ ആ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് വന്ന് നോക്കുമെന്ന് ഓട്ടോയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഓട്ടോ എന്തൊക്കെ ദേഷ്യപ്പെട്ട് റിപ്ലൈ കൊടുക്കുകയാണ്. സോ അങ്ങനെ ഓട്ടോ തന്നെ ആ ലാഡറൊക്കെ ഈ നെയ്ബേഴ്സിനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ ഗാരേജിന്റെ ഉള്ളിനകത്ത് ഒരു ട്രേയും ഉണ്ട്. സോ ആ ട്രേ ഈ നൈബറിൽ അദ്ദേഹം എടുത്തിട്ട്, ഇത് നന്നായിട്ടുള്ളത്, നമുക്ക് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും മഞ്ഞൊടിക്കാന്നൊക്കെ പറയുമ്പോൾ, ഇതെന്തിനാ നീ പെർമിഷൻ ഇല്ലാതെ എടുത്തെന്ന് പറഞ്ഞ് ഓട്ടോ വഴക്ക് പറയുകയാണ്, അത് അങ്ങോട്ട് വയ്ക്കാൻ പറയുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ വേറൊരാളെ റൂമിലോട്ട് കയറ്റാത്തത്, നീ ഏണിയില്ലേ ചോദിച്ചത്, ഞാൻ ഏണി തന്നു, അത്രേ ഉള്ളൂ, എടുത്തിട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുകയാണ് ഓട്ടോ. ആ നെയ്ബേഴ്സിന് ചെറുതായിട്ട് ഫീലായി. സോ എന്നാലും ഏണി എടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ ഓട്ടോ നേരെ കാറിന്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുട്ടി ആ കാറിന്റെ അടിയിൽ കിടക്കുന്നത് കാണുന്നത്. ഈ പൂച്ച എപ്പോഴും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൂച്ച ചവിട്ടി ഓട്ടിക്കാന്നെങ്കിലും പക്ഷെ അത് ഓടുന്നില്ല, അത് ഒരു കൂളായിട്ട് കാമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് പൂച്ചയെ കുറിച്ച് അറിയാലോ. പൂച്ച ഓട്ടോ എങ്ങനെയൊക്കെ അങ്ങോട്ട് ഓട്ടിച്ചു വിട്ടില്ല, പക്ഷെ അകത്തോട്ട് കയറുള്ളത് പറഞ്ഞിട്ട് ഓട്ടോ ആ ഗരേജ് പൂട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലൊരു ചെറിയൊരു ഇത്, കാരണം അനിതയുടെ അടുത്ത് നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, സോ നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാമെന്നൊരു മെന്റാലിറ്റി ഓട്ടോയ്ക്ക് തോന്നുകയാണ്. അതേപോലെ തന്നെ നെയ്ബറിന്റെ വീട്ടിലേക്ക്, ഇൻ ദ സെൻസ് ഓഫ് അനിതയുടെ വീട്ടിലേക്ക് ഓട്ടോ പോയിരിക്കുകയാണ്. എന്തോ ഹസ്ബൻഡിന്റെ ഹീറ്റർ ചീത്ത എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഓട്ടോ ചോദിച്ചപ്പോൾ അനിതയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇത് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി റൂമിന്റെ അകത്ത് കൊണ്ടുപോകുമ്പോൾ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നത് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് റൂബനാണ്. അത് എന്തോ ടൈപ്പ് ഒരു ഡിസീസ് വന്നിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനോ ഒന്നിനും പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ റൂം എപ്പോഴും ഹീറ്റ് ആയിട്ടിരിക്കണം. സോ അതിനുവേണ്ടി ഹീറ്ററെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഹീറ്റർ വർക്ക് ആകുന്നില്ല. അതൊന്ന് കറക്റ്റാക്കി തരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഓട്ടോ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായി കൊടുക്കുകയാണ്. ആ സമയത്ത് കറക്റ്റാക്കുന്ന സമയത്ത് ഓട്ടോ റൂബനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇദ്ദേഹവും റൂബനും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. ഓട്ടോ റൂബനോട് എന്തൊക്കെ സംസാരിച്ച ശേഷം ഹീറ്ററെല്ലാം കറക്റ്റായിട്ട് ശരിയായി കൊടുക്കുകയാണ്. എന്നിട്ട് അനിത അതിന്റെ കയ്യിൽ എന്തെങ്കിലും ഓസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിതയും ഓസ് എടുത്ത് കൈ കൊടുക്കുകയാണ്. അങ്ങനെ ഓസ് എടുത്ത് തിരിച്ചു പോകുന്നിടത്ത് സഡൻ ആയിട്ട് റൂബൻ ആ ഓസിൽ കയറി ടൈറ്റായിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് അനിതയും ഷോക്കാകുന്നുണ്ട്. ഹസ്ബൻഡിന്റെ അടുത്ത് ട്യൂബ് വിടുക എന്നൊക്കെ അനിത പറയുകയാണ്. പക്ഷെ ആ റൂബൻ അത് ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഓട്ടോ തിരിച്ച് ഫോഴ്സിന് പിടിച്ച് വലിച്ച് ആ ട്യൂബ് വാങ്ങിച്ചുകൊണ്ട് പോകും. എവിടെ പോകുന്നു എന്ന് നോക്കിയാൽ അദ്ദേഹം നേരെ പോകുന്നത് ഗരേജിലോട്ടാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ ഇഷ്ടമല്ലല്ലോ. സോ അദ്ദേഹം ഫസ്റ്റ് ടൈം മരിക്കാൻ നോക്കിയിട്ട് അത് പറ്റില്ല. സോ അത് കാറിന്റെ അകത്ത് പോയിട്ട് ഗാരേജിൽ പോയി അടുത്ത ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിങ് നോക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ ഓസ് എടുത്ത് അതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് നേരെ കാറിന്റെ അകത്തേക്ക് ഓസിനെ പാസ് ചെയ്തിട്ടുകയാണ്. എന്തിനാണ്? മറ്റേ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉണ്ടല്ലോ, അത് ഫുള്ള് കാറിന്റെ അകത്ത് കയറാൻ വേണ്ടി. അതൊരു കാറിന്റെ വിൻഡോസ് എല്ലാം ഫുൾ ക്ലോസ് ചെയ്യുകയാണ്. അത് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം കാറിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ നെയ്ബേഴ്സ് കൊടുത്ത ആ ടിഫിൻ കാണുന്നു. സോ ആ ടിഫിൻ എടുത്തിട്ട് അതിലുള്ള ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ആസ്വദിച്ച് കഴിക്കുകയാണ് ഓട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ പഴയ ഫ്ലാഷ് ബാക്ക് വീണ്ടും ആലോചിക്കുകയാണ്.